ഡിവിസിബിലിറ്റി ബൈ 11 101. അപ്പോൾ അതിങ്ങനെ ഈസി ആയിട്ട് കാണാൻ നോക്കാം. ഈസി ട്രിക്കാണ്. അപ്പോൾ ഒരു നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ 101 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ നമ്പറിൻ്റെ ഒരു പാറ്റേൺ മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എ ബി ബി എ ഈ ഒരു ഫോമാറ്റ് ആണെങ്കിൽ എപ്പോഴും ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമുക്കിങ്ങനെ ഡിവിസിബിളിൻ്റെ എഴുതാം. അപ്പോൾ എ ബി ബി എ ഡിവിസിബിൾ എപ്പോഴും 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 5 3 3 5, അതായത് എ ബിയും ബി എയും 5 3യും 3 5ഉം ഈ ഒരു ഫോമാറ്റിലാണെങ്കിൽ അത് 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 5 3 3 5 11 കൊണ്ട് എത്ര ടൈംസ് 4 ടൈംസ് പറ്റും അല്ലേ? 44. 5 ടൈംസ് പറ്റത്തില്ല, 55. അപ്പോൾ 44. ബാക്കി എത്ര? 9 3 ഇവിടെ ഉണ്ട്. ബാക്കി 93 എത്ര പ്രാവശ്യമുണ്ട്? 8 ടൈംസ് അല്ലേ? 88. ബാക്കി എത്ര? 13 8 പോയാൽ 5 അല്ലേ? ബാക്കി ഇവിടെ എത്ര? 5 5 ടൈംസ്, അതായത് 485 ആണ് നമ്മുടെ ആൻസർ. ഈസി അല്ലേ? അപ്പോൾ ഒരു നമ്പർ 11 കൊണ്ട് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്പേഴ്സ് ഈ ഫോമാറ്റിലാണെങ്കിൽ എ ബി ബി എ 5 3 3 5 ഈ ഫോമാറ്റിലാണെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തത് 101 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമ്പറിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരിക്കും? അതായത് എ ബി എ ബി ഇങ്ങനെ വരുന്ന ഫോമാറ്റ് ആണെങ്കിൽ ആ നമ്പർ 101 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്താലോ. 5 3 5 3 ഇത് ഡിവിസിബിൾ ആണോ എന്നുള്ളത് നോക്കാം. 5 3 5 3 ഡിവൈഡഡ് ബൈ 101 എത്ര പ്രാവശ്യം എഴുതാം? നമുക്ക് 5 ടൈംസ് എഴുതാം അല്ലേ? 5 എ ബി എന്ന് പറയുന്ന ഒരു ഫോമാറ്റിലാണെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ടും 101 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമ്മുടെ ആൻസർ എത്ര? 53. ഈസി അല്ലേ? ഇനി 1001